Okay, welcome back everybody. So how was your exam? Did you do it well? Yes. Okay. So we shall take the textbook now. The third chapter, isn't it? Second chapter work complete akile. Yes. Again we have to start the third lesson. Okay. Okay. So, രണ്ടാം പാഠത്തിന്റെ question answers ഒക്കെ എല്ലാവരും complete ആക്കിയതല്ലേ? Okay. So now take the textbook and take chapter 3, Animals Growing in Number. Chapter 3, Animals Growing in Number. Okay. Yes. For those who came late now, for them, we are going to start lesson 3. Lesson 3, Animals Growing in Number. Okay. And see here, all animals have the ability to produce young ones. Yes. Look at the textbook. All animals have the ability to produce young ones. What is the meaning of that? All the animals have the ability to produce young ones. Means the എല്ലാ ആനിമൽസിനും അവരുടെ യങ് വൺസിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട് അല്ലേ? അവരുടെ കുട്ടികളെ ജനിപ്പിക്കാനുള്ള കഴിവ് എല്ലാ ആനിമൽസിനും ഉണ്ട്. Then animals reproduce so that their race does not disappear. Yeah. Why do they reproduce? എന്തിനു വേണ്ടി അവർ reproduce ചെയ്യുന്നേ? So that their race does not disappear. അവരുടെ ആ വംശം അല്ലേ? അവരുടെ ആ ഒരു വംശം ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ reproduce ചെയ്യുന്നത്. Okay. അവരുടെ വരും തലമുറയെ അവർ ഉത്പാദിപ്പിക്കുന്നത് അവരുടെ ആ ഒരു റേസ്, അവരുടെ ആ ഒരു വർഗം ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവര് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആനിമൽസിനും എന്തിനുള്ള കഴിവുണ്ട്? ഓൾ ദ ആനിമൽസ് ഹാവ് ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? എന്താ? പ്രൊഡ്യൂസിങ് ദ യങ് വൺസ് അല്ലെ? അവരുടെ ചെറുതിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ, അതാണ് റീപ്രൊഡ്യൂസ്. അപ്പോ all the animals have the ability to reproduce. And then why do they reproduce? എന്തിനാണ് അവർ reproduce ചെയ്യുന്നത്? It is so that their race does not disappear. അവരുടെ ആ വംശം ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഡിസപ്പിയർ ആയി പോവാൻ അല്ലെങ്കിൽ അപ്രത്യക്ഷമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് reproduce ചെയ്യുന്നത്. However, all animals do not reproduce in the same way. Yeah. First we said that all the animals have the ability to reproduce. അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാ ആനിമൽസിനും എന്തിനുള്ള കഴിവുണ്ട്? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. But the way of reproducing is different. Everyone has, every animal has their own way of reproducing. Means what? എല്ലാ ആനിമൽസിനും അവരുടേതായ
വിധത്തിലുണ്ട്. മീൻസ് ഡിഫറൻസ് ഉണ്ട്. ഓരോ ആനിമൽസും അവരുടെ യങ് വൺസിനെ ഉത്പാദിപ്പിക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ചിലര് മുട്ടയിട്ട് മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു അല്ലെ. ചിലർ ഗിവിംഗ് ബർത്ത് അല്ലെ, പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. However, all animals do not reproduce in the same way. എല്ലാവരും ഒരേ വിധത്തിലല്ല റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, some animals like crows, frogs, lizards and crocodiles lay eggs from which young ones come out. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, all animals have the ability to reproduce അല്ലെ. They have the ability to reproduce their young ones അല്ലെ. Then we said that why do they reproduce? It is so that their race does not disappear അല്ലെ. അവരുടെ ആ ഒരു വംശം ഇല്ലാതാവാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വംശം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. And also we said all animals have this ability, but the way of reproducing is different. Okay, the way of reproducing is different. Yeah, that's what we said. Some animals like crows, lizards and crocodiles lay eggs from which young ones come out. ഈ പറഞ്ഞ ആനിമൽസ്, ക്രോസ്, ഫ്രോഗ്സ്, ലിസാർഡ്സ് ആൻഡ് ക്രൊക്കഡൈൽസ്, അവർ മുട്ടയിട്ടാണ് അവരുടെ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. ഓക്കെ, then other animals like cats, cows, dogs and humans give birth to their young ones. അപ്പോ other animals ഏതൊക്കെയാണ്? cats, cows, dogs and human beings, മനുഷ്യരും. ഓക്കെ, എന്തിനെയാണ് യങ് വൺസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവരെ ഗിവ് ബർത്ത് അല്ലെ, പ്രസവിച്ചാണ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, the process by which living beings produce more of their own kind is called reproduction. അപ്പൊ എന്താണ് പറയുന്നത്? The process by which living beings produce more of their own kind is called reproduction. എന്താണ് അർത്ഥം? The process by which living beings produce more of, നമ്മൾ പറഞ്ഞു all the animals അല്ലെ, ആനിമൽസ് എല്ലാം ലിവിംഗ് ആണ്. അപ്പൊ ഈ all the animals have the ability to reproduce, we said അല്ലെ. Then and we said why do they reproduce? What is the reason? This so that their race would not disappear. അവരുടെ race, അവരുടെ വംശം ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. And then we said their ways of reproducing is different അല്ലെ. Each one is different. ഓരോ ആനിമൽസിനും അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വേസിന് ഡിഫറൻസ് ഉണ്ട്. Then we saw about the animals which lay eggs. There are few animals which lay eggs in order to produce their young ones. And then we saw some give birth to their young ones. And then for this process together, what is the process? What is called reproduction? Reproduction എന്ന് പറഞ്ഞാൽ എന്താണ്? Reproduce ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? What is it? അപ്പോ എന്താണ്? The process by which living beings produce more of their own kind അല്ലെ. ആ ലിവിംഗ് ബീയിങ്സ് അവരുടെ യങ് വൺസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? റീപ്രൊഡക്ഷൻ. മനസ്സിലായോ? Did you get it? Yeah. The process by which the living beings give birth to their own kind is called reproduction. Okay, did you understand what is reproduction? Reproduction എന്താണെന്ന് മനസ്സിലായോ? The process by which animals produce young ones of their own kind. അവരുടെ കുഞ്ഞുങ്ങളെ, ആനിമൽസ് അവരുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് reproduction. Okay, once again look at the same paragraph. ആദ്യം മുതൽ നോക്കിയേ. All animals have the ability to produce young ones. എല്ലാ ആനിമൽസിനും എന്തിനുള്ള കഴിവുണ്ട്? എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെ. എന്തിനുള്ള കഴിവുണ്ട്? ability to produce their young ones. Then animals reproduce so that their race does not disappear. Then why do they reproduce? അതിന്റെ ആൻസർ ആണത് അല്ലെ. എന്താണ്? So that their race does not disappear. അവരുടെ ആ ഒരു വംശം
ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. However, all animals do not reproduce in the same way. എന്താ പറഞ്ഞേ? എല്ലാ ആനിമൽസും ഒരേ വിധത്തിലല്ല റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then some animals like crows, frogs, lizards and crocodiles lay eggs from which young ones come out. അപ്പോൾ ചില ആനിമൽസ് ഏതൊക്കെയാണ്? ക്രോസ്, ഫ്രോഗ്സ്, ലിസാർഡ്സ് ആൻഡ് ക്രൊക്കഡൈൽസ് അവരെങ്ങനെയാണ് അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്തത്? They lay eggs, അല്ലെ? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുകയാണ് ചെയ്യുന്നത്. Then other animals like cats, cows, dogs and human beings give birth to their young ones. അപ്പോ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്ന ആനിമൽസും ഉണ്ട്, പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആനിമൽസും ഉണ്ട്. Then ഇനി ഇതിനെല്ലാം കൂടെ നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷനിലേക്ക് നമ്മൾ വരികയാണ്. ഇതാണ് the process by which living beings produce more of their own kind is called reproduction. So what is reproduction? The process by which the living beings produce more of their own kind is called reproduction. So did you get it? നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് മനസ്സിലായോ? Yes, good. Adidev, I don't see a response from you. If you have understood it, give me the thumb. മനസ്സിലായില്ലേ മോനെ അതിദേവേ? മനസ്സിലായോ? Did you understand? Yes, okay, good. Okay. Yes, again, animals that lay eggs. We are going to study more about the animals that lay eggs. Okay, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്ന ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Okay. Birds, insects, reptiles, fishes, frogs, snails, earthworm and crabs lay eggs. Young ones come out from these eggs. അപ്പോ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നതാണ് ബേർഡ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, ഫിഷസ്, ഫ്രോഗ്സ്, സ്നെയിൽസ്, earthworm, crabs. Crabs എന്ന് പറഞ്ഞാൽ അർത്ഥം CRABS. Crabs എന്ന് പറഞ്ഞാൽ ഞണ്ട്, ഞണ്ടുകൾ. Then these lay eggs. Young ones come out from these eggs. അപ്പോ ഈ പറഞ്ഞ ഈ ആനിമൽസ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? Lay eggs. അവരെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അവരുടെ മുട്ട വിരിഞ്ഞാണ് ഇവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി ബേർഡ്സ്. ലുക്ക് അറ്റ് ബേർഡ്സ്. ഓക്കെ. ബേർഡ്സ് ലേ എഗ്സ്. അല്ലെ? ബേർഡ്സ്, പക്ഷികള് മുട്ടയിടുന്നുണ്ട്, മുട്ടയിടും. Then an egg has a hard protective shell. It contains a yellow yolk which is surrounded by white albumin. Okay. എന്താ പറയുന്നത്? An egg has a hard protective shell. അതിന്റെ പുറം ഭാഗത്തുള്ള ഷെൽ, അല്ലെ? ആ മുട്ടയുടെ പുറത്തെ തൊണ്ട്. Then it contains yellow yolk which is surrounded by white albumin. എന്താ പറയുന്നത്? മുട്ടയ്ക്കകത്തൊരു മഞ്ഞ കളറുള്ള സംഭവം ഉണ്ടല്ലേ? യെസ്. അതിന് പറയുന്ന പേരാണ് യോൾക്ക്. മുട്ടയുടെ ആ മഞ്ഞയ്ക്ക് പറയുന്ന പേരാണ് യോൾക്ക്. ഇറ്റ് കണ്ടെയ്ൻസ് എ യെല്ലോ യോൾക്ക്. പിന്നെയോ ആ മുട്ടയുടെ വെള്ള, ആ മഞ്ഞ ഭാഗത്തിന് യോൾക്ക് എന്നും അതിലുള്ള ബാക്കി ആ വൈറ്റ് കളറുള്ള ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽബുമിൻ. ഓക്കെ. യോൾക്കും ആൽബുമിനും. യോൾക്ക് എന്ന് പറഞ്ഞാല് ആ യെല്ലോ ഭാഗവും, മറ്റേ ആൽബുമിൻ എന്ന് പറഞ്ഞാല് മുട്ടയിലുള്ള ആ വൈറ്റ് പാർട്ട്. ഓക്കെ. Okay. Yes. Then the yolk provides food to the chick growing inside it.
അപ്പോ ഈ യോൾക്ക് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊവൈഡ്സ് ഫുഡ് ടു ദ ചിക്ക് ഗ്രോയിങ് ഇൻസൈഡ്. അതിനകത്ത് വളരുന്ന ആ ഒരു ചിക്ക് അല്ലെ, ആ ഒരു കുഞ്ഞ്, അത് വളരുന്ന അതിന്റെ ആ ഒരു ആ ചിക്കിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ദ യോൾക്ക് ആണ്. യോൾക്ക് മീൻസ് ആ യെല്ലോ ഭാഗം. ഓക്കെ, the yolk provides food to the chick growing inside it. The growing chick is called embryo. ഭ്രൂണം. ഓക്കെ, എംബ്രയോ. അപ്പൊ ആ മുട്ടയില് വളരുന്ന ആ ഒരു ചിക്കിന്, ആ കുഞ്ഞ് പക്ഷിക്കുഞ്ഞുണ്ടായി വരുന്ന ആദ്യത്തെ ഭാഗം, പാർട്ട് സെക്ഷന് അതിന് വിളിക്കുന്ന പേരാണ് എംബ്രയോ, ഭ്രൂണം. ഓക്കെ ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം ആ ഭാഗം. Birds lay eggs. An egg has a hard protective shell. Okay, എഗ്ഗിനെ പുറത്ത് ആ വെള്ള തൊണ്ടുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് കോഴിമുട്ടയ്ക്കുണ്ട് വെള്ള ഭാഗം, പുറത്തെ തൊണ്ട് നമ്മൾ പൊട്ടിച്ചാണ് മുട്ടയെടുക്കുന്നത്. Then it contains a yellow yolk. Yellow yolk, മുട്ടയിലെ ആ യെല്ലോ ഭാഗം. Then which is surrounded by white albumin. അതിനകത്തെ വൈറ്റ് പാർട്ട്, ആ വൈറ്റ് പാർട്ടിന് പറയുന്ന പേരാണ് ആൽബുമിൻ. ഓക്കെ, ദെൻ ആ യെല്ലോ ഭാഗം യോൾക്ക് ആണ് എന്ത്? ദി യോൾക്ക് പ്രൊവൈഡ്സ് ഫുഡ് ടു ദ ചിക്ക് ഗ്രോയിങ് ഇൻസൈഡ്. അതിനുള്ളിൽ വളരുന്ന ആ ചിക്കിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ആ യെല്ലോ ഭാഗമാണ്. ഓക്കെ, ദി ഗ്രോയിങ് ചിക്ക് ഈസ് കോൾഡ് എംബ്രയോ. അപ്പോ അതിൽ വളരുന്ന, അണ്ടർലൈൻ ചെയ്യണേ മക്കളെ, ദി ഗ്രോയിങ് ചിക്കിന് വിളിക്കുന്ന പേരാണ് എംബ്രയോ. ഓക്കെ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? യെസ്. എംബ്രയോ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രൂണം. ഓക്കെ, അടുത്തത് നോക്കുക, നെക്സ്റ്റ് പേജ്. The parent bird sits on the egg to keep it warm. എന്താ സംഭവിക്കുന്നത്? The parent bird sits on the egg to keep it warm. The embryo develops into a chick only when the egg is kept warm. അപ്പൊ എന്താ പറയുന്നത് നോക്കിയേ? The parent bird sits on the egg to keep it warm. എന്ന് പറഞ്ഞാൽ എന്താ? ആ പക്ഷി അല്ലെ, ആ അമ്മ പക്ഷി എന്ത് ചെയ്യുന്നു? ആ മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നു അല്ലേ. അപ്പൊ അടയിരുന്നാണ് ആ മുട്ടയ്ക്ക് ആവശ്യമുള്ള ചൂട് കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ the embryo develops into a chick only when the egg is kept warm. അപ്പൊ ആ എംബ്രയോ, ആ ഭ്രൂണം, അതൊരു പക്ഷി കുഞ്ഞായി അല്ലെങ്കിൽ ഒരു കോഴി കുഞ്ഞായി മാറുന്നത് എപ്പോഴാണ്? അതിന് ആ ചൂട് കിട്ടുമ്പോഴാണ്. അപ്പൊ എപ്പോഴാണ് അത് ചൂട് കിട്ടുന്നത്? when the mother bird sits on the egg. അമ്മ പക്ഷി അടയിരിക്കുമ്പോഴാണ് ആ മുട്ടയ്ക്ക് ചൂട് കിട്ടുന്നത്. ആ ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ അതിനകത്തുള്ള ആ ഭ്രൂണം വളർന്ന ഒരു കുഞ്ഞായി മാറുകയുള്ളൂ. ഓക്കെ, the chick breaks the shell and comes out when it has grown. അപ്പോ അതിലുള്ള ആ ഭ്രൂണം അതൊരു പൂർണ്ണ രൂപത്തിലുള്ള ചിക്കായി കഴിയുമ്പോൾ അത് അതിന്റെ ആ മുട്ടയുടെ ഷെല്ല് തനിയെ ഓപ്പൺ ചെയ്ത് ആ കുഞ്ഞ് പക്ഷി പുറത്തു വരുന്നു. ഓക്കെ, this process is known as hatching. അപ്പോ ഈ പ്രോസസ്സിനാണ് എന്തെന്ന് വിളിക്കുന്നത്? hatching അല്ലെ. മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുന്ന ആ പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് hatching. Then in the case of hen, the egg hatches in 21 days. അപ്പോ കോഴിയെ നമ്മള് മുട്ടയുടെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ? 21 days വേണം. 21 ദിവസം ആ കോഴിമുട്ടയുടെ മുകളിൽ അടയിരുന്നതിന് ശേഷമാണ് മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാവുന്നത്. ഓക്കെ, കോഴിമുട്ട വിരിയാനായിട്ട് 21 days വേണം. ഓക്കെ ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പാരഗ്രാഫ് നോക്കി എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ബേർഡ്സ് ലേ എഗ്സ് അല്ലേ. And then an egg has a
ഹാർഡ് പ്രൊട്ടക്റ്റീവ് ഷെൽ നമ്മൾ പറഞ്ഞു, അതിന്റെ ആ പുറം ഭാഗം, വൈറ്റ് പാർട്ട് അല്ലേ? ഓക്കെ. Then it contains a yellow yolk which is surrounded by white albumin. ഓക്കെ, അതിലൊരു യെല്ലോ ഭാഗമുണ്ട്, അതിന് യോൾക്ക് എന്നും വൈറ്റ് ഭാഗത്തിന് ആൽബുമിൻ എന്നും വിളിക്കുന്നു. Then the yolk provides food to the chick growing inside it. അപ്പോ അതിനുള്ളിൽ വളരുന്ന ആ ചിക്കിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ യെല്ലോ പാർട്ടിൽ നിന്നാണ്, ഈ യോൾക്കിൽ നിന്ന് ആണ്. Then the growing chick is called embryo. അപ്പോ അതിൽ വളരുന്ന ആ പക്ഷിക്കുഞ്ഞിന് അല്ലെങ്കിൽ ആ ഭ്രൂണത്തിന് പറയുന്ന പേരാണ് എംബ്രയോ. Then എന്നിട്ട് ആ എംബ്രയോ അത് പൂർണ്ണ രൂപത്തിൽ വിരിഞ്ഞ് ഒരു പക്ഷിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞായി മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? The mother bird has to sit on the egg in order to keep it warm. അല്ലേ? ആ കോഴി, അമ്മക്കോഴി ആ മുട്ടയുടെ മുകളിൽ അടയിരുന്ന് അതിന് ആ മുട്ടയ്ക്ക് ആവശ്യമുള്ള ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? The egg അതൊരു ചിക്കായി മാറത്തുള്ളൂ. ആ എംബ്രയോ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചിക്കായി മാറണമെങ്കിൽ ആ mother bird should sit on the egg in order to keep it warm. Okay, then the chick breaks the shell and comes out when it has grown. Appo embryo when it becomes or when it grows into a fully developed chick, then it breaks the shell and comes out. Okay, ഈ embryo വളർന്ന ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു കോഴിക്കുഞ്ഞായി മാറുമ്പോഴാണ് അത് ആ ഷെല്ല് പൊട്ടിച്ച് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. Okay, this process is known as hatching. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നേ? ഹച്ചിങ് അല്ലേ? മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ആ പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് ഹച്ചിങ്. In the case of hen, how many days are needed for the egg for the chicks to come out from the egg? Yeah, 21 days. For 21 days, the mother hen should sit on the egg in order to keep it warm. Then only the chicks come out. Okay, is that clear? നിങ്ങൾക്ക് മനസ്സിലായി അവിടെ വരെ? യെസ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കി അവിടെ വരെ, ആദ്യം മുതലൊന്ന് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പെട്ടെന്ന് വായിച്ചേ. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി. ഇപ്പൊ ഞാൻ എടുത്തരം വരെ ആദ്യം മുതൽ. Let me take your attendance. Okay, നിങ്ങൾ വായിച്ചോ, ഞാൻ അറ്റൻഡൻസ് എടുത്തോളാം. കൃപ മേരി, മുഹമ്മദ് നിഹാൽ, ക്രിസ്റ്റി സിൻഡോ, ശ്രീദേവ് കൃഷ്ണ, ഷെഫി ഷാജൻ, മുഹമ്മദ് ഷംബീൽ അൽന അഗസ്റ്റിൻ, ആഷീൻ, ആദിദേവ്, ദേവാഞ്ജന, ആഗ്നസ്,
Andros Prince. Devapriya. Aaron Kate. Suryadev. Okay. Did you read? Did you finish reading? Yes. Okay. Ini okay, up to there. Once again, I will read. You just look at the textbook. Okay, from the beginning, I will read. Your finger should be there on your textbook. Okay. Animals growing in number. All animals have the ability to produce young ones. Animals reproduce so that their race does not disappear. Okay. എന്താ പറയുന്നത് ഈ ഭാഗത്ത് all the animals എല്ലാ ആനിമൽസിനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെയോ it is why do they reproduce in order to they reproduce so that their race does not disappear അവരുടെ ആ ഒരു വംശം ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. However, all animals do not reproduce in the same way. എല്ലാ ആനിമൽസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം വേ ഒരേ വിധത്തിൽ അല്ല ഡിഫറൻസ് ഉണ്ട്. What happened to Ashin? എന്താ അശ്വിൻ എന്ത് പറ്റി? ഒന്നുമില്ല. Okay, then some animals like crows, frogs, lizards, and crocodiles lay eggs from which young ones come out. Other animals like cats, cows, dogs, and humans give birth to their young ones. The process by which living beings produce more of their own kind is called reproduction. Animals that lay eggs. Birds, insects, reptiles, fishes, frogs, snails, earthworms, and crabs lay eggs. Young ones come out from these eggs. Next, birds. Birds lay eggs. An egg has a hard protective shell. It contains a yellow yolk which is surrounded by white albumin. The yolk provides food to the chick growing inside it. The growing chick is called embryo. The parent bird sits on the egg to keep it warm. The embryo develops into a chick only when the egg is kept warm. The chick breaks the shell and comes out when it has grown. This process is known as hatching. In the case of a hen, the egg hatches in 21 days. Okay? The rest will take in the next class. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് വരണം. Okay? Our time is up now. So shall we wind up the class? Okay then. Bye. Okay.